ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പാക്കുമെന്ന് ബിജെപി. മൂന്നാം മോദി സർക്കാരിന്റെ അടുത്ത സുപ്രധാന നീക്കം ഏകീകൃത സിവിൽ കോഡാകുമെന്ന് ബിജെപി IT സെൽ പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ നേട്ടങ്ങളാണ് വീഡിയോ ഓർമ്മപ്പെടുത്തുന്നത്. വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പാക്കുമെന്നാണ് ബിജെപി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. KP മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് BJP IT സെൽ ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ അടിസ്ഥാനം എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ആ സമയത്ത് വരാൻ പോകുന്ന സർക്കാരിനെ പറ്റി, അതായത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ദുർബലമാകുമെന്നും ഒന്നും രണ്ടും സർക്കാരുകളെ പോലെ വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാരായിരിക്കില്ല അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു പ്രചരണം കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളും നടത്തിയിരുന്നു. ഇപ്പോഴാ അത്തരം വാദഗതികളെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് BJPയുടെ ദേശീയ നേതൃത്വം തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് കഴിഞ്ഞ 8 മാസം, അതായത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത്. അതിനുശേഷമുള്ള കഴിഞ്ഞ 8 മാസക്കാലം എന്തൊക്കെ സുപ്രധാനമായ തീരുമാനങ്ങൾ നടപ്പാക്കി എന്നതിനെ പറ്റിയുള്ള വിശദീകരണം നൽകുന്നുണ്ട്. അതിൽ തഹാവൂർ റാണയെ പോലെയുള്ള ഭീകരരെ രാജ്യത്തേക്ക് എത്തിച്ചത്, അതോടൊപ്പം തന്നെ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് സോണിയ, രാഹുൽ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്, മെഹൽ ചോക്സിയെ ബെൽജിയത്തിൽ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ വിശദീകരിക്കുന്ന ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്താണ് ഏകീകൃത സിവിൽ കോഡ് ലോഡിംഗ് എന്ന കാര്യം എഴുതി കാണിച്ചിരിക്കുന്നത്. അതായത് ഇനിയും ഈ സർക്കാർ എടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഏകീകൃത സിവിൽ കോഡ് എന്നതാകും എന്ന സന്ദേശം നൽകുന്ന ഒരു വീഡിയോയാണ് BJPയുടെ ദേശീയ നേതൃത്വം തന്നെ IT സെല്ല് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സ്വാഭാവികമായും രാഷ്ട്ര സുരക്ഷയും അതോടൊപ്പം തന്നെ നാടിൻ്റെ പുരോഗതിയും മുൻനിർത്തിക്കൊണ്ടുള്ള കടുത്ത തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടരും എന്ന സന്ദേശമാണ് ഈ വീഡിയോ നൽകുന്നത്. KP. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.